അതെ, നിങ്ങൾ തേങ്ങ കണ്ടിട്ടുണ്ടോ? തേങ്ങ ഈ നാട്ടിൽ ആരാ കാണാത്തതെന്നായിരിക്കും ഇപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവുക. എന്നാൽ ഇതങ്ങനെ ഒരു തേങ്ങയല്ല. തേങ്ങ കൊണ്ടുള്ള ഒരു മായാലോകം, അതായത് തെങ്ങിൻ്റെ മ്യൂസിയം. തെങ്ങും തേങ്ങയും അതിൻ്റെ അനുബന്ധ വസ്തുക്കളും ഉപയോഗിച്ച് പാഴ്വസ്തുക്കളിൽ നിന്ന് ഒരുപാട് കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കി സൂക്ഷിച്ചിട്ടുള്ള ഒരാളുണ്ട് ഇവിടെ. ഞങ്ങളിപ്പോഴുള്ളത് വേങ്ങര വലിയോറ അടക്കാപ്പുരയിലാണ്. അവിടെ ഇറ്റാമൻ എന്ന് പറയുന്ന ഒരു വലിയ കലാകാരനുണ്ട്. സത്യം പറയാം, കണ്ടു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ അമ്പരക്കും, അത്ഭുതപ്പെടും, ഞെട്ടും, ഉറപ്പാണ്. ഞങ്ങൾ ഇറ്റാമൻ ചേട്ടൻ്റെ ആ തെങ്ങ് മ്യൂസിയം കാണാൻ പോവുകയാണ്. കാണാനിപ്പോൾ ഒരു ചെറിയ കൗതുകവും ആകാംക്ഷയൊക്കെ വരുന്നില്ലേ? എന്നാൽ കൂടെ പോര്, ഞങ്ങൾ പോവാം. അപ്പോൾ ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഇറ്റാമൻ ചേട്ടൻ. ഇറ്റാമൻ നമ്മുടെ വേങ്ങര വലിയോറ അടക്കാപ്പുരയിലുള്ള ഒരു കലാകാരനാണ്. അദ്ദേഹം പുതിയ എന്തോ വസ്തു തയ്യാറാക്കാനുള്ളൊരു പരിശീലനത്തിലാണ്. അതിൻ്റെ ഒരു പരിപാടിയിലൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് നമ്മളിതാ കുറേ സാധനങ്ങൾ കാണുന്നുണ്ട്. ഇവിടെ കണ്ടില്ലേ, മഹാത്മാഗാന്ധി ഉണ്ട്, ജവഹർലാൽ നെഹ്റു ഉണ്ട്, ഇന്ദിരാഗാന്ധി ഉണ്ട്, മൻമോഹൻ സിംഗ്, നമ്മുടെ ഇന്ത്യയുടെ മിസൈൽ മാൻ ഉണ്ട്. അങ്ങനെ ഇതാ തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ജയലളിത, EMS, അങ്ങനെ എല്ലാവരും ഉണ്ട്. ഒരുപാട് സംഭവങ്ങൾ ഇതാ കണ്ടില്ലേ, കുറേ പഴക്കൊലകളൊക്കെ. നമ്മളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു പഴം ഉരിഞ്ഞെടുത്ത് കഴിക്കാൻ തോന്നും. അമ്മാതിരി ഓരോ പഴക്കൊലകളാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ഇവിടെ താഴെ കുറേ കരകൗശല വസ്തുക്കളുണ്ട്. ഒരു പൂച്ചയുണ്ട്, ഒരു കോഴിയുണ്ട്, കൊക്കുണ്ട്, മീനുണ്ട്, തത്തയുണ്ട്. അങ്ങനെ നമ്മളൊക്കെ എന്താ പറയുക, ഇതേ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു മ്യൂസിയം തന്നെയാണ് കേട്ടോ. നമുക്ക് ഇദ്ദേഹത്തോട് തന്നെ ചോദിച്ചറിയാം. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ കണ്ടില്ലേ, ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കി തുടങ്ങിയതെന്നും എങ്ങനെയാണ് ഈ രീതിയിലേക്ക് എത്തുന്നതെന്നും എത്ര കാലമായി ഇത് തുടങ്ങിയിട്ടുണ്ടെന്നുള്ളതൊക്കെ നമുക്കൊന്ന് അറിയണം. രമൻ ചേട്ടാ, എത്ര കാലമായി ഇപ്പോൾ നമ്മളിത് തുടങ്ങിയിട്ട്? 2005 ചെറുതായി തുടങ്ങിയതാണ്. അങ്ങനെ ഒരു പക്ഷി നിന്ന് തുടങ്ങണ്ടേ, ഇതാരും പഠിപ്പിച്ചൊന്നുമല്ല. അങ്ങനെ തുടങ്ങി ഓരോന്ന് തുടങ്ങി, അതെല്ലാം വിജയിച്ചു പോയി. അങ്ങനെ പിന്നെ ഇപ്പോൾ അങ്ങനെ ഓരോന്നായി കൊണ്ട് നിൽക്കണം. ഇപ്പോൾ ആ പക്ഷീനെ കിട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു പക്ഷിയുടെ രൂപത്തിലുള്ള തേങ്ങയാണ് ആദ്യം കിട്ടിയത്. അതിന് തുടങ്ങിയതാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ എന്താ തോന്നിയത്? അത് ഇങ്ങനെ കണ്ടപ്പോൾ ഒരു പക്ഷിയായിട്ട് തോന്നിയതേ. അപ്പോൾ ഞാനത് അപ്പം തന്നെ അത് ആ കത്തി കൊണ്ട് തന്നെ തേങ്ങ ഈ കത്തി കൊണ്ട് തന്നെ അത് ചെറുതായി ഞാൻ ചെയ്തപ്പോൾ തന്നെ നല്ലൊരു ഒറിജിനൽ പക്ഷിയായി മാറി. ആ പക്ഷി ഉണ്ട്. ഇത് ഞാൻ കളർ ചെയ്താണ്. ഇതാണ് ആദ്യം ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു പക്ഷിയുടെ രൂപത്തിലുള്ള ഒരു തേങ്ങ കിട്ടുന്നു. അപ്പോൾ അതിന്മേ കയ്യിലിരുന്ന കത്തി കൊണ്ട് തന്നെ ഒരു ചെറിയ മിനുക്ക് പണി നടത്തി കഴിഞ്ഞപ്പോൾ നല്ല ലക്ഷണമൊത്തൊരു പക്ഷിയായി എന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ അതുമ്പോൾ 1-2 കൂട്ടിച്ചേർക്കലുകളും കൂടെ നടത്തിയിട്ടുണ്ടോ? ഈ ചിരട്ടയുടെ ഒക്കെ കാലൊക്കെ വെച്ച് കൊടുത്തിട്ട്, അതിനിങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട് കാലൊക്കെ വെച്ച് കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തായിരുന്നു? പിന്നെ കുറേ പക്ഷി രൂപങ്ങളായി. പിന്നെ ഇലകൾ, ചെടികളൊക്കെ അങ്ങനെ ഈ ചകിരി തുടങ്ങി. അങ്ങനെ അയിമ തുടങ്ങി. പിന്നെ തലകളാക്കി, പിന്നെ പഴക്കൊലായി, പിന്നെ ചേറ്റ കൊണ്ടും ഇങ്ങനെ ഉണ്ടാക്കി തുടങ്ങി. അങ്ങനെ ചേറ്റ കൊണ്ട് ഇപ്പോൾ കിണ്ടി, വിളക്ക്, പറ ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഓരോ പഴക്കൊലകളാണ്. തെങ്ങിൻ്റെ മടൽ ഉപയോഗിച്ച് ചകിരി ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ്. അതൊക്കെ എങ്ങനെയാണ് നിർമ്മിച്ചിട്ടുള്ളതെന്നൊന്ന് പറയും. ഇത് അതിനെ ചകിരിയിൽ നിർമ്മിച്ചു. ചകിരിയിലാണ് പഴക്കൊല ഉണ്ടാക്കുന്നുണ്ട്. അതിന് എല്ലാ ചകിരി ഇതിൽ പറ്റൂല. കാരണം ഇത് പിന്നെ ഇപ്പോൾ ഈ ഒരു പഴത്തിൻ്റെ വണ്ണം ഒരു ചകിരി ഇട്ടുകയല്ലോ, അതില്ല. അത് സൈസാക്കി നമ്മൾ എടുക്കണം. അത് നമ്മളതിനെ പൊളിച്ചിട്ടെങ്കിൽ അത് സൈസായി വരുള്ളൂ. കുറേ അങ്ങനെ ഉള്ളൂ. അങ്ങനെ ഉണ്ട് ഇതിന്. ഇത് പഴങ്ങളൊക്കെ അത് ഉറപ്പിച്ചിട്ടുള്ളത് എങ്ങനെയാണ്? അത് അമ്മിൻ്റെ കുടുക്കി തന്നെ ഇതോട്ടാക്കിക്കാണ്ട് പശച്ചിട്ട് കുടുക്കിയിട്ട് പിന്നെ അത് ചെയ്യില്ല. ഇതൊക്കെ ഇപ്പോൾ ഒരു പഴക്കൊല എങ്ങനെ ചെയ്തെടുക്കാൻ എത്ര ദിവസം സമയം? പഴക്കൊല ദിവസം എന്ന് പറഞ്ഞാൽ ഇത് ഈ ചകിരി സെറ്റാക്കാൻ കുറേ ദിവസങ്ങൾ വരുന്നുണ്ട്. ചകിരി ഇപ്പോൾ 10,000 ഞാങ്ങണ്ടായാലും ഒരു വിലക്കുള്ളിൽ കിട്ടിക്കോളന്നില്ല.
അങ്ങനെ പ്രശ്നമുണ്ട്. ഞാൻ കണ്ടിട്ടില്ല ഈ വണ്ണത്തിൽ കിട്ടണ്ടേ, അത് വേണം. അപ്പം അത് കിട്ടാൻ അതുകൂടെ തേങ്ങ അങ്ങനെ കിട്ടുള്ളൂ. അതാണ് നീളത്തിൽ അപ്പോൾ നീന്തർപ്പായാകുമ്പോൾ കുറച്ച് നീളവും ആ വണ്ണമൊക്കെ കിട്ടണ്ടേ. ആ കിട്ടണമെങ്കിൽ കുറേ പ്രയാസം തന്നെ ഉണ്ട്. പ്രയാസമുണ്ട്. അങ്ങനെ അങ്ങനെ ഉണ്ട്. പിന്നെ ഉണ്ടാക്കാൻ തന്നെ ഒരു 2 ആഴ്ചയൊക്കെ വരും ഉണ്ടാക്കി വരുമ്പോഴേക്കിന്. അതിന് മുൻകൂറിനൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ ഇത് പണി കഴിഞ്ഞിട്ടില്ല, അതിന് ഇനിയും പണിയുണ്ട്. ഇതൊരു കൊല്ലൊരാൾക്ക് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ പണി ഇനിയും കഴിഞ്ഞിട്ടില്ല. ഇത് ഇനിയിപ്പോൾ ഒരുപാട് പണിയുണ്ട്. പെയിന്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ചെയ്യാണ്ട്. ഇതൊക്കെ അങ്ങനെ തന്നെ. ഇപ്പൊ താഴെ ഇവിടെ കുറെ രൂപങ്ങളുണ്ട്. നമ്മുടെ അന്തർദേശീയ നേതാക്കളും ദേശീയ നേതാക്കളൊക്കെ ദുബായ് ഷെയ്ഖും ഒക്കെ ഉണ്ട്. അപ്പൊ ഒന്ന് ഇത് പിന്നെ മുൻ അഫ്ഗാൻ പ്രസിഡന്റ് കർഷായിയാണ്. ഇത് ദുബായ് ഷെയ്ഖാണ്. ഇത് സൗദിൻ്റെ ഒരു മരിച്ച സൗദിൻ്റെ മുൻ ഭരണാധികാരിയാണ്. ഇത് മാതാ അമർനാഥിൻ്റെ മയ്യാണ്. ഇത് ഇറാൻ അല്ല, ഇത് ഒമാൻ്റെ പ്രസിഡന്റ് മരിച്ച ഇത് മറ്റേ നെൽസൺ മണ്ടേല. അത് ഇത് കൊറിയൻ്റെ, മറ്റേ അമേരിക്ക, മറ്റേത് റഷ്യ, ട്രംപ്. ഇത് പുടിൻ. ഇത് മറ്റേ മറഡോണ, അപ്പുറത്ത് ഫുട്ബോൾ താരം മറഡോണ. ഇപ്പുറത്തുണ്ട് ഇതേപോലെ കുറേ നമ്മുടെ ഇന്ത്യൻ്റെ ദേശീയ നേതാക്കളൊക്കെ, നമ്മുടെ ഇന്ത്യയുടെ ദേശീയ നേതാക്കളൊക്കെ ഉണ്ട്. ഇന്ത്യൻ ദേശീയ നേതാക്കൾ ഗാന്ധിജി, നെഹ്റു, ഇന്ദിരാഗാന്ധി, മൻമോഹൻ, അബ്ദുൽ കലാം, മോദി, കമ്മ്യൂണിസ്റ്റ് പാർട്ടിൻ്റെ പ്രസിഡന്റാണ് നമ്മുടെ ഹർകിഷൻ സിംഗ്. ഇത് EMS ആണ്. നമ്മുടെ ജയലളിത. ചേട്ടാ, നമ്മളിപ്പോൾ ഇതൊക്കെ ചെയ്തെടുക്കാനേ സംസ്കൃത വസ്തുക്കൾക്കൊക്കെ ആവശ്യമുണ്ടല്ലോ. തേങ്ങ, ചകിരി, ചിരട്ട, അതൊക്കെ ഇതിനൊക്കെ ആവശ്യമുണ്ട്. ഇതൊക്കെ എങ്ങനെയാണ് സംഘടിപ്പിക്കുന്നത്? തേങ്ങ ചകിരി ഇതൊന്നും കിട്ടാൻ പ്രയാസമില്ല. അത് എവിടെ ചെന്നാലും കിട്ടും. ഇത് അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ ഉണ്ടാക്കാൻ കഴിയുന്നത്. ഈ സാധനം പെട്ടെന്ന് കിട്ടുന്നുണ്ട്. കിട്ടുന്നുണ്ട്. നമ്മൾ പറ്റിൻ്റെയൊക്കെ തിരഞ്ഞെടുക്കാൻ കിട്ടുന്നത്. മറ്റുള്ള സാധനങ്ങളൊക്കെയാണ് കിട്ടാൻ കുറേ പ്രയാസങ്ങളും പൈസയൊക്കെ കൊടുക്കേണ്ടി വരുന്നത്. പിന്നെ അങ്ങനെയുള്ള സാധനത്തിന് ഉള്ളതിൻ്റെ ചിലവ്. ഇത് അതിൻ്റേതായ സാധനങ്ങൾ ഒപ്പിച്ചെടുക്കാനും പണിയാണ് ഇത് കൂടുതൽ വരിക. നന്നായി പണി വരും. പെട്ടെന്ന് ചെയ്തെടുക്കാൻ കഴിയില്ല. അതാണ് പ്രശ്നം. അപ്പോൾ ഇതൊക്കെ ചെയ്ത് ഒരു രൂപമൊക്കെ ചെയ്തെടുക്കാനുള്ള അതിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിരുമ്പോഴേക്കിന് എങ്ങനെയാലും ഒരു 10-20 ദിവസമൊക്കെ ആവും. 20 ദിവസമൊക്കെ എന്തായാലും ആവും. തീർന്നിരുമ്പോഴേക്കിന് പെട്ടെന്ന് ഒന്നായി ചെയ്യാൻ കഴിയില്ല. അത് ഘട്ടഘട്ടമായിട്ട് ചെയ്യാൻ കഴിയില്ല. പിന്നെ ഈ ചകിരി ചെത്തിക്കെടുക്കുമ്പോൾ തന്നെ ഈ നല്ല സൂക്ഷ്മീകരിക്കാൻ അതേ മുഖം കിട്ടണ്ടേ. എന്തെങ്കിലും ഒരാളുടെ മുഖമായിട്ട് കാര്യമില്ല, ആ ആളാണ്ടേ. അങ്ങനെ ആകുമ്പോഴാണ് അത് വലിയ സാഹസമാണ്. അങ്ങനെ ഇപ്പോൾ ഈ പഴക്കൊല്ലം എന്നൊക്കെ പറഞ്ഞാൽ അത് വേറെ രൂപമാണ്. അത് അതിന് ആർക്കും ചെയ്യാൻ പറ്റും. ഇത് അങ്ങനെ പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല. ഇത് വളരെ സൂക്ഷ്മീകരിച്ച് ചെയ്യാൻ പറ്റും. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുത്തത് എന്ന് പറഞ്ഞു? അത് തേങ്ങ ഇത് ഉണ്ടാക്കിയെടുത്താണ്. പിന്നെ ഈ ഇത് വെച്ചതാണ് ഈ മേലല്ലേ. ഇത് പിന്നെ ഇന്ന് അങ്ങനെ കിട്ടും. മുടിയൊക്കെ ചകിരിയാണ്. ചകിരിയാണ്. അത് പിന്നെ ഈ ഒരു തേങ്ങുമ്പിൽ എടുക്കാനുള്ള സംവിധാനം ഇല്ല അവിടെ. അപ്പോൾ പിന്നെ ഇങ്ങനെ ചെയ്യാനേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ പിന്നെ ഇത് ഇരിക്കാൻ വേണ്ടി ഒരു ചേറ്റ അടിയിൽ ഫിറ്റ് ചെയ്ത് കുടുക്കി വെച്ച് അങ്ങനെയുള്ള. ഇപ്പോൾ ഇതൊക്കെ എങ്ങനെ വിൽപ്പനയ്ക്കായിട്ട് വെച്ചിട്ടുണ്ട്? വിൽപ്പന ആവശ്യക്കാർക്ക് വരികയാണെങ്കിൽ കൊടുക്കുക. അങ്ങനെ നടന്ന വിൽപ്പന പരിപാടി ഇല്ല. പരിപാടിയില്ല. നമ്മൾ ഓരോ മേളകൾക്ക് പോകുമ്പോൾ അവിടെ ആൾക്കാർ ആവശ്യപ്പെട്ടാൽ കൊടുക്കും. അപ്പോൾ ഒന്നധികം കൊടുക്കും. ആക്സിഡന്റ് പോയാലുണ്ട്. എവിടെയൊക്കെ പല സ്ഥലത്തും പോയിട്ടുണ്ട്. തിരുവനന്തപുരം, തൃശ്ശൂരൊക്കെ. പിന്നെ നമ്മളെ ഈ മലപ്പുറം ജില്ലയിലും പല സ്കൂളുകളിലും പല വേദികളിലും പോയിട്ടുണ്ട്. തിരുവനന്തപുരം, തൃശ്ശൂരൊക്കെ പോയിട്ടുണ്ട്. അങ്ങനെ ആരെങ്കിലും സാധനങ്ങൾ ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ബന്ധപ്പെടലുണ്ട്. അപ്പോൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കും. ഇപ്പോൾ പഴക്കൊല്ലൊക്കെ അങ്ങനെ ബന്ധപ്പെട്ടാണ്. അങ്ങനെയൊക്കെ ഓരോരുത്തർ ഓർഡർ പറയുന്നുണ്ട്. ഓരോരുത്തർക്ക് ഓർഡർ പറഞ്ഞിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ടാക്കാൻ മുമ്പ് എന്തെങ്കിലും പഠിക്കുകയോ അങ്ങനെ ഗുരുക്കന്മാരാരെങ്കിലും? ഇല്ല, സ്വന്തമായിട്ട് അങ്ങനെ ചെയ്തത്. സ്വന്തമായിട്ട് പെട്ടെന്ന് ഒരു ഘട്ടഘട്ടമായിട്ട് ചെയ്ത് നമ്മൾ ഓരോന്നിലേക്ക് എത്തിയതാണ്. അല്ല പെട്ടെന്ന് ചെയ്ത് അങ്ങനെ ചെറുതായിട്ട് നമ്മൾ സ്കൂളിൽ 1ാം ക്ലാസ് പഠിക്കണമായിട്ട് തന്നെ അങ്ങനെ പഠിച്ച് എത്തിയാണത്. അല്ലാതെ ഇത് ചെയ്യില്ല. ഇപ്പോൾ കുടുംബമൊക്കെ ആരും ഇതില്ല. ഇങ്ങനെ വിദ്യാഭ്യാസം ഒന്നുമില്ല.
ഇവർക്ക് കൃഷി നമ്മള് ഭാര്യ മക്കളൊക്കെ ഇതിനൊക്കെ പൂർണ്ണ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഇതിന്റെ ഇതൊക്കെ സംഘടിപ്പിക്കാൻ, ഈ തേങ്ങയും ചകിരി ഇതൊക്കെ സംഘടിപ്പിക്കാൻ പണച്ചെലവൊക്കെ വരുന്നുണ്ടോ? അതിന് അങ്ങനെ വലിയ ചിലവൊന്നും അതിന് വരുന്നില്ല. അതിപ്പോൾ നമുക്ക് പോയി വണ്ടിക്ക് കൊണ്ടുവരാൻ നമുക്ക് കൊണ്ടുവരാനുണ്ടാവും. അപ്പോൾ കെട്ടായിട്ട് കൊണ്ടുവന്നാൽ മതി. ഒന്നായിട്ട് കൊണ്ടുവരാൻ. അല്ല, അത് വാങ്ങിയെടുക്കാൻ പൈസ 5 വർഷമൊക്കെ പൈസ അല്ലെങ്കിൽ ആ ചിലർക്ക് കൊടുത്താൽ മതി. കൊടുക്കുന്നുണ്ട്. ശരിക്കും ഒരു മനസ്സിന്റെ ഒരു സംതൃപ്തി, അതാണ് ഇതിന്റെ ഒരു മെയിൻ. ഒരു വിനോദമായിട്ട് പോകും, അങ്ങനെ പോകും. ഒരു വിനോദമായിട്ട് കണക്ക് കൂട്ടുകയാണ്, അല്ലാതെ ഒരു കച്ചവടം എന്നുള്ള രീതി അതിനേക്കാൾ അപ്പുറം ഒരു വിനോദമായിട്ടാണ് കാണുന്നത് അല്ലേ? പിന്നെ അതിൻ്റെ അടിയിലുള്ള പരിപാടികൾക്ക് വിളിക്കുമ്പോൾ പോവുകയും ചെയ്യും. അങ്ങനെ ഒരു രസമായിട്ടാണ് പോകും. ഇപ്പോൾ ജോലിക്ക് പോകുന്നുണ്ടോ? ഇപ്പോൾ ജോലിക്ക് പോകില്ല. തെങ്ങേറ്റം നിർത്തിയാ. തെങ്ങേറ്റം നിർത്തി. തേങ്ങ കൊണ്ടുള്ള മനുഷ്യൻ ഉണ്ടാക്കിയത് ഇതൊക്കെ ഒരു അത് തേങ്ങ തേങ്ങ ഇതിങ്ങനെ എക്സ്ട്രാ പാർട്സ് വിറ്റ് ചെയ്താണ്. ഇത് അരച്ചാണ്. മറ്റൊക്കെ ഇതൊക്കെ തേങ്ങനെ. കുറേ മീനുകളുണ്ട്. കുറേ മീനുകളുണ്ട്. പിന്നെ കൊക്ക്, പൂച്ച, കോഴി. ആ ട്രോഫി ഇളഞ്ഞിൻ്റെ തേങ്ങയാണ്. അത് ഇളഞ്ഞിൻ്റെ ചേറ്റ, തത്ത. ഇത് കളിച്ചു വരുന്ന പോളയാണ്. തേങ്ങൻ്റെ മേലുണ്ടാകണേ തേങ്ങ വലിച്ചു വരുമ്പോഴാണ് ആ പോള. അത് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ സൈസ് കളർ ചെയ്ത് സൈസാക്കാം. അതേപോലെ തന്നെ ഇത് ചകിരിയാണ്. ഇത് തേങ്ങയാണ്. ഈ അടിയിലല്ലേ ഈ തേങ്ങ അങ്ങനെ ആക്കിയതാണ്. അതേപോലെ തന്നെ ഇതൊക്കെ തെങ്ങിൻ്റെ തൊപ്പിയാണിത്. ആ തേങ്ങമ്മലുണ്ടാണ്. അത് അങ്ങനെ കളർ ചെയ്ത് ഇങ്ങനെ ആക്കാം. ഇതാണ് ആ പിന്നെ തേങ്ങ ചെറിയ കളിച്ചു വരുന്ന ചെറിയ ഇതായി വരികയാണിത്. അപ്പോൾ അതാണിത്. അതും ആ തേങ്ങയിലാണ് നിൽക്കേണ്ടത്. ഏത് തേങ്ങയാണത് അടിയിലല്ലേ? ആ തേങ്ങയിൽ വെച്ചാണ്. അത് ചകിരിയാണ്. മറ്റേ ചെറിയ കിരീടം ഞാനും നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന് അറിയാലോ. ആഹാ, തലയിൽ നല്ല സീറ്റിംഗ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. നല്ല ഭംഗിയുണ്ടെന്ന് തോന്നുന്നു. ചിലപ്പോൾ നല്ല അലമ്പായിട്ടുണ്ടാവും. അയ്യോ, ഇവിടെ ഒരു ഗതയൊക്കെ ഉണ്ട്. ഞാൻ മിക്കവാറും ഒരു ഭീമസേനനാകും. ചെറിയ ഗതയുണ്ട്, വലിയ ഗതയുണ്ട്, ഒരു വെള്ളിക്കോലുണ്ട്. ഇതൊക്കെ ഫുള്ള് ചിരട്ട. ഇത് തേങ്ങയാണ്. ഇത് തേങ്ങയാണ്. ബാക്കി അത് തെങ്ങിൻ്റെ ഇഷ്ടമാണ്. ഇത് തെങ്ങിൻ്റെ തടി ചെത്തി ഒഴിഞ്ഞെടുത്ത്. അപ്പോൾ ഇത് വെള്ളിക്കോല് ആ ചേട്ട കൊണ്ട് നിർമ്മിച്ചാണ്. വെള്ളിക്കോല് പഴയ കാലത്ത് തൂക്കിൻ്റെ സാധനം. ഇത് പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്നതാണ്. ഇതൊന്ന് വിശദീകരിച്ചു തരും, എന്താണ് സംഭവം? ഇത് പഴയ കാലത്ത് തൂക്കാൻ ഉപയോഗിച്ചിരുന്ന സാധനമാണ്. ഇത് ചേറ്റൻ്റെ സാധനം. ഇത് പറഞ്ഞാൽ ഇത് ഇവിടുത്തെ ഇങ്ങനെ പിടിക്കലാണിത്. ഇതിവിടെ തൂക്കുന്ന സാധനം. ഇവിടെ എന്നിട്ട് ഇങ്ങനെ ഈ കയറിൽ പിടിക്കുമ്പോൾ ഇവിടെ ഓരോരോ അടയാളം ഉണ്ടാവും. ഇങ്ങനെ ഇത് തൂക്കങ്ങൾ. ഈ ഇവിടെ ലാസ്റ്റ് വരുമ്പോൾ ഇതിന് 16 കിലോനാണ് ഇതിൻ്റെ തൂക്കം. ഇത് 20 കിലോൻ്റെ ഉണ്ട്, 16 കിലോൻ്റെ ഉണ്ട്. ഇത് 16 കിലോൻ്റെ ആണ്. 20 കിലോൻ്റെ ഉണ്ട് ഇത്. അപ്പോൾ ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഇത് ഈ മൂടൊപ്പം നിൽക്കുമ്പോഴാണ് ഈ 16 ഇവിടെ ഈ കൊട്ടയിൽ ഈ സാധനം തൂക്കും. എന്നിട്ട് ഇത് ഇങ്ങനെ പിടിക്കുമ്പോഴാണ് ഈ തൂക്കം ലെവലായാലേ കണക്കാക്കല്. വസ്തുക്കൾ തൂക്കിയിരുത്തുന്ന സാധനമാണ്. വസ്തുക്കളൊക്കെ തൂക്കാൻ ഉപയോഗിച്ചിരുന്നതാണ് വെള്ളിക്കോല്. വെള്ളിക്കോല് ഇത് ചിരട്ടയിൽ നിർമ്മിച്ചാണ്. ചിരട്ട ഇത് പൂർണ്ണമായിട്ടും ചിരട്ടയാണ്. ചിരട്ടയാണ്. ചിരട്ടകൾ ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് എടുക്കുന്നതാണ്. അപ്പൊ ഈ ചക്ക തേങ്ങയാണത്. തേങ്ങയിൽ നിർമ്മിച്ചാണ്. കിരീടം ഞാൻ എടുത്ത് വെക്കുകയാണ്. ചക്ക, ഈ ചക്കയുടെ മുള്ളൊക്കെ മുള്ള് അങ്ങനെ ഉണ്ടാക്കി വെച്ചാണ്. ഇങ്ങനെ ഉണ്ടാക്കി വെച്ചതാണ്. ആഹാ, ഇതാണ് ചക്കയുടെ ആ ഞെട്ടും ചക്കയുടെ മുള്ളും കണ്ടു കഴിഞ്ഞാൽ നല്ല ഒരു ഒറിജിനൽ ചക്ക പോലെ തന്നെ നമുക്ക് തോന്നുന്നുണ്ട്. ഗംഭീര വർക്കാണ്. വലിയൊരു ചക്കയുണ്ട്. ഇതും വെള്ളിക്കോലാണ്. അത് വെള്ളിക്കോല. അത് വെള്ളിക്കോലുണ്ട്. നമ്മുടെ എനിക്കൊരു ട്രോഫിയൊക്കെ കിട്ടിട്ടോ. വേൾഡ് കപ്പാണ്.
സത്യം പറഞ്ഞാൽ വേൾഡ് കപ്പ് നമ്മൾ ഫുട്ബോളും ഇതൊക്കെ ഫുട്ബോളിലൊക്കെ ടി വിയിൽ ഇങ്ങനെ കാണാറുണ്ടെന്നല്ലാതെ വേൾഡ് കപ്പ് ഒന്നും നേരിട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ അതും കണ്ടു. കണ്ടില്ല. ഇനിയും കുറേ വസ്തുക്കളുണ്ട്. ഒരു അണ്ണാറക്കണ്ണനുണ്ട്, പിന്നെ കുറേ ഫലവർഗ്ഗങ്ങളൊക്കെ. അത് ഏറ്റവും ചെറിയ തേങ്ങകളാണ്. ഇത് ഏറ്റവും ചെറിയ തേങ്ങകളാണ്. ഉണ്ടാക്കിയതല്ല, ഇതുണ്ടാക്കിയതല്ല എന്നാണ് ഇറ്റാമൻ ചേട്ടൻ പറയുന്നത്. ഇതിങ്ങനെ തെങ്ങിന്നൊക്കെ തേങ്ങ പൊളിക്കുമ്പോൾ കിട്ടുന്ന തേങ്ങകളാണ്. തേങ്ങ പൊളിക്കുമ്പോൾ കിട്ടും. പൊളിക്കുമ്പോൾ കിട്ടില്ല. അങ്ങനെ ശേഖരിച്ചുണ്ടാക്കിയ ഞാൻ തേങ്ങ പൊളിക്കലും തെങ്ങേറ്റൊക്കെ എൻ്റെ പണി. അപ്പോൾ അതിന് കിട്ടുന്നുണ്ട് വന്ന് ശേഖരിച്ച് തുടങ്ങിയതാണ്. ഇതിൽ കുറേ ചെറു തേങ്ങകളുണ്ട് കേട്ടോ. ഇതൊന്നും ഉണ്ടാക്കിയെടുത്തതല്ല, കിട്ടിയ സാധനങ്ങളൊന്ന് മിനുക്ക് പണി എടുത്തിട്ടുണ്ട്. ഒന്ന് മിനുക്കി എടുത്തിട്ടുണ്ട്. തേങ്ങ മാത്രമല്ല, ഒരു അടക്കയുണ്ട് കേട്ടോ. തേങ്ങ കൊണ്ട് അല്ല, അടക്ക രൂപത്തിൽ തേങ്ങ, അടക്ക രൂപത്തിൽ കിട്ടിയ ഒരു തേങ്ങയാണിത്. ഒരടക്ക രൂപത്തിൽ ചെറിയൊരു കുഞ്ഞു തേങ്ങ. കശുമാങ്ങയൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. പറങ്കിമാങ്ങ എന്നൊക്കെ പറയില്ലേ മലപ്പുറത്ത്. കശുമാങ്ങയൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, കശുമാങ്ങയുണ്ട്, കശുവണ്ടി ഉണ്ട്. അതുമേ ഇതെല്ലാം തേങ്ങ കൊണ്ടാണ്, തെങ്ങിൻ്റെ വസ്തുക്കൾ കൊണ്ടാണ് ഉണ്ടാക്കിയെടുത്തുള്ളത് അല്ലേ? ഇതെല്ലാം തെങ്ങിൻ്റെ വസ്തുക്കൾ കൊണ്ടാണ് ഉണ്ടാക്കിയെടുത്തുള്ളത്. അങ്ങനെ നമ്മളിങ്ങനെ വന്ന് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റാമൻ വലിയോറയുടെ തെങ്ങ് മ്യൂസിയം എന്ന് നമ്മളിതിന് പേരൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടില്ലേ, അതാണ് ഇറ്റാമൻ വലിയോറയുടെ തെങ്ങ് മ്യൂസിയം. ഞങ്ങളും ഇതിങ്ങനെ കേട്ട് പരിചയിച്ച് വരുമ്പോൾ, ഇറ്റാമനെ കാണാൻ വേണ്ടി വരുമ്പോൾ ഇത്രയും വലിയൊരു സംവിധാനമൊക്കെ ഇവിടെ ഉണ്ടെന്ന് നമ്മളും വിചാരിച്ചിട്ടൊന്നുമില്ലായിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മളൊക്കെ സ്വപ്നം കാണാൻ പറ്റാത്ത തരത്തിലുള്ള കലാവിരുതാണ് ഇവിടെ ചെയ്തു വെച്ചിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലായത്. എന്തായാലും ഇറ്റാമൻ ചേട്ടൻ ഒരു വലിയ കലാകാരനാണ്. ഇറ്റാമൻ ഒരു വലിയ കലാകാരനാണ്. ആരും പഠിപ്പിച്ചു കൊടുക്കാതെ സ്വന്തമായിട്ട് കഴിവ് ആർജിച്ചെടുത്ത് ചെയ്തിട്ടുള്ള ഓരോ വസ്തുക്കളാണിത്. ക്യാമറമാൻ വൈഷ്ണവിനൊപ്പം MP ജംഷീർ, കേരള വിഷൻ.